ചേച്ചി എടി എന്താടി നീ ഒറ്റൊരുത്തി കാരണം ഇതെല്ലാം സംഭവിച്ചേ. നിനക്കിപ്പ എന്താ വേണ്ടേ? ഒരു കാര്യം പറയാൻ. ഈ നടുറോഡിൽ വെച്ചിട്ടാണോ നിനക്ക് കാര്യം പറയാനുള്ളത്? ഒരു അത്യാവശ്യം. അമ്മയെ എന്ത് അത്യാവശ്യമാണെങ്കിലും എനിക്കിപ്പോ സമയമില്ല. നീ പിന്നെ എപ്പോഴേലും വിളിക്കും. വിളിച്ച ചേച്ചി ഫോൺ എടുക്കില്ലല്ലോ. എന്നെ ഇത്ര തവണ വിളിച്ചു. നീ വിളിക്കുമ്പോഴൊക്കെ എടുക്കാനായിട്ട് ഞാൻ നോക്കിയിരിക്കാണോ? എന്റെ തിരക്കൊന്നും നിനക്ക് അറിയാത്തോണ്ടാ ചിന്നു. എന്ത് തിരക്ക്? എന്നെ അച്ഛനെ അമ്മയും മറക്കുന്ന എന്ത് തിരക്കാ ചേച്ചിക്ക്? ഞാനിപ്പോ ഏതവസ്ഥയിലാണെന്ന് ചേച്ചിക്ക് അറിയോ? നമ്മുടെ അമ്മ എവിടെയാണെന്ന് അറിയോ? അച്ഛന്റെ കാര്യം അറിയോ? ചേച്ചിക്ക് ചേച്ചിയുടെ കാര്യം മാത്രം എന്താ ഞാൻ മനസ്സിലാക്കുന്നത്. ചിന്നു നീ ഒന്ന് നിർത്ത്. ഇത് പബ്ലിക് റോഡാ, ആളുകൾ കേൾക്കും. കേൾക്കട്ടെ, എല്ലാരും കേൾക്കട്ടെ. ചേച്ചിയുടെ തന്നെ സ്വഭാവം. കഷ്ടമുണ്ട് ചേച്ചി. ഇപ്പൊ ഈ കാണിക്കുന്നത് ഈശ്വര നിന്നയാ. എന്റെ ചേച്ചി ഇത്ര സ്വാർത്ഥയാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. എന്താ നീ ഇപ്പൊ പറഞ്ഞേ? എന്താ ഇപ്പൊ പറഞ്ഞത്? ഞാൻ പെൻഡുലം ഷിബു ജോൾസ്യൻ. ആ മാലയുടെ പേരെന്താ പറഞ്ഞേ? മണിമാല. അതിപ്പോ എവിടെയുണ്ട്? ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? ആ മാല ഇപ്പൊ എവിടെ ഉണ്ടെന്ന്. അത് കണ്ടുപിടിക്കാനാണല്ലോ ജോൽസിനെ വരുത്തിയത്. ജോൽസിന് രമാദേവി അസോസിയേഷൻ കേട്ടിട്ടില്ലേ? കേട്ടിട്ടുണ്ടോന്നോ? ഇത് നല്ല കഥ. ഇത് കേൾക്കാത്തതായ ആരാ ഉള്ളത്? എങ്കിലേ ആ മാല അവരുടെ ഒരു ആവശ്യത്തിന്. മണിമാല ഇപ്പോഴുള്ള സ്ഥാനം അവരോടൊന്ന് പറഞ്ഞാൽ മാത്രം മതി. വില കൊടുത്തോ അല്ലാതെയോ ഏത് വിധേനയും അവരത് സ്വന്തമായിക്കോളും. ഈ ഷിബു പെൻഡുലം ജോൽസിന് അതൊരു നിസ്സാരമായ കാര്യമല്ലേ? ഇതിൽ നിന്ന് ഞാൻ വരേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. എന്റെ ശിഷ്യന്മാരാരെങ്കിലും വന്നാൽ മതിയായിരുന്നില്ലേ? നിങ്ങൾ പറയുന്ന മണിമാലയുടെ സ്ഥാനം എന്റെ പെൻഡുലം പറഞ്ഞു തരും. ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? FIR എഴുതുന്നതിന് മുന്നേ എന്തെങ്കിലും ചെയ്യണം. ഇനി ചിന്തിച്ചു നിൽക്കാൻ സമയമില്ല കല്യാണി. ഒരു കാര്യം ചെയ്യ്, സ്റ്റേഷനിൽ ചെന്നിട്ട് അശോകൻ സാറിനെ ഒന്ന് കാണും. എന്റെ അച്ഛന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, കുട്ടമ്പിള്ള എന്നാ പേര്. ഞാൻ അങ്കിളിനെ കൊണ്ട് അശോകൻ സാറിനെ വിളിപ്പിച്ചേക്കാം. ആ സാറ് വിചാരിച്ച അമ്മയെ വിടുവോ? കല്യാണി ആദ്യം സ്റ്റേഷനിലേക്ക് ചെല്ല്. നമുക്ക് വേറൊരു വഴി കൂടി നോക്കാം. ഏത് വിധേനയും അമ്മയെ നമ്മൾ പുറത്തിറക്കിയിരിക്കും. അതുപോരെ? മതി, അത് മതി. നന്ദിയുണ്ട്. എന്റെ ചേച്ചി പോലും സഹായിക്കാത്തെടുത്ത ദുർഗ ഇത്രയൊക്കെ ചെയ്യുന്നേ. പറഞ്ഞു വരുമ്പോ താനും ഞാനും ഒക്കെ ഒരുപോലെ തന്നെയാടോ. നല്ലൊരു അമ്മയുടെ മകളാ ഞാനും. അതുകൊണ്ട് തന്റെ അവസ്ഥ എനിക്ക് വേഗം മനസ്സിലാവും. താൻ വേഗം ചെന്ന് അമ്മയെ കാണും. ചെല്ല്. തന്റെ ഫോണിന്ന് തന്നെ. ജോർജ് സർ, ഞാൻ ദുർഗ. സാർ എവിടെയാ? ഹലോ, കുട്ടമ്പിള്ള സാറേ. അശോക, നീ സ്റ്റേഷനിലുണ്ടോ? ഉണ്ടല്ലോ സാർ. എന്താ സാർ? ഒരു മോഷണ കേസുമായിട്ട് ബന്ധപ്പെട്ട് സീത എന്നൊരു സ്ത്രീ അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ? ഉണ്ട് സാർ. എന്താ? അതൊരു കള്ളക്കേസാണെന്നോ അവര് നിരപരാധിയാണെന്നോ ഒക്കെ പറഞ്ഞിട്ട് നമ്മുടെ സ്പെഷ്യൽ ടീമിലെ ജോർജ് സാർ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. FIR ഒന്നും ഇട്ടില്ലെങ്കിലേ അവരെ അങ്ങ് പറഞ്ഞു വിട്ടേക്കാൻ പറയാം SI സാറിന്റെ അടുത്ത്. FIR ഒന്നും ഇട്ടില്ല. അല്ല, ജോർജ് സാർ എന്തിനാ ഈ കേസിൽ ഇടപെടുന്നത്? അതൊന്നും എനിക്കറിയില്ല. എന്നെ വിളിച്ച് ജോർജ് സാർ പറഞ്ഞു, ഞാനിതാ നിങ്ങളടുത്ത് പറയുന്നു. അത്രേ ഉള്ളൂ. പിന്നെ അവരൊക്കെ പറഞ്ഞിട്ട് കേട്ടില്ലെങ്കിൽ ഉള്ള അവസ്ഥ അറിയാലോ.
എല്ലാവരും മനസ്സ് ഏകാഗ്രമാക്കിക്കൊള്ളൂ. എനിക്ക് ചില മുന്നറിയിപ്പുകൾ കിട്ടിയിട്ടുണ്ട്. അപ്പൊ എന്റെ അകക്കണ്ണിൽ കണ്ടത് ശരി തന്നെയാ. മണിമാല ഇരിക്കുന്ന സ്ഥലം ഞാൻ കണ്ടുപിടിച്ചു. അതെവിടെയാ ജോത്സ്യനുള്ളത്? അതത്ര ദൂരെയൊന്നുമല്ല, അതിനടുത്താ നമ്മളിപ്പോ ഉള്ളത്. മണിമാലയുള്ളത് ഈ വീട്ടിൽ തന്നെയാ. ഈ വീട്ടിലോ? എന്താ, രമാദേവി മാഡത്തിന്റെ വീട്ടില് മണിമാല ആയിക്കൂടെ? വാസ്തുപരമായി ഈ വീട്ടിലോ അനുബന്ധ കെട്ടിടങ്ങളിലോ അതിന്റെ സാന്നിധ്യം നാം ഇപ്പോ കാണുന്നുണ്ട്. ജോത്സ്യരെ, ഈ വീട്ടിലുള്ളവർക്ക് അത് ആവശ്യം. അത് ഇവിടെ ഉണ്ടെങ്കിൽ അത് ഇവരെ തെരഞ്ഞെടുക്കേണ്ട കാര്യമുണ്ടോ? എന്റെ പെൻഡുലം കള്ളം പറയില്ല. ഞാനും എനിക്ക് തീർച്ചയാണ് അത് ഇവിടെ തന്നെ ഉണ്ട്. സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അകത്ത് കയറി പരിശോധിക്കാം. അണ്ണാ, ഇങ്ങേരക്ക് തലയ്ക്ക് നല്ല സ്ഥിരതയില്ലെന്നാ തോന്നുന്നത്. തലയ്ക്ക് സുഖമില്ലാത്ത എനിക്കല്ല, നിന്റെ അപ്പനാ.